ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഗുഡ് ഈവനിങ് ടു ആൾ. നാഷണൽ യൂത്ത് ഡേയുമായി ബന്ധപ്പെട്ട് JCA മലപ്പുറം സംഘടിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ കൂടിയിട്ടുള്ളത്. ഇതില് നമുക്ക് ഷറഫുദ്ദീൻ മാഷ് നമുക്ക് വളരെ സന്തോഷപൂർവ്വം ഇത് ഏറ്റെടുക്കുകയും നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് നമ്മളെ മലപ്പുറം JCAക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത നമ്മളെ ഷറഫുദ്ദീൻ മാഷിനെ ഈ ആദ്യമായി പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സോൺ ഓഫീസർ നമ്മുടെ സുബീർ സാറിനെ ഈ പ്രോഗ്രാമിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലോട്ട് എത്തിയ എല്ലാവരെയും ഈ ട്രെയിനിങ്ങിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി മേഖല 21 ഗ്രീൻമാൻ, നമ്മുടെ JCA മലപ്പുറത്തിന്റെ വല്ലഭ്ജി, നമ്മുടെയൊക്കെ EPS ഗുരു, നമുക്ക് ഒരുപാട് എല്ലാത്തിലും നമ്മളെ കൂടെ നിന്ന് EPS-ലും നമ്മുടെ JCA മലപ്പുറത്തിന്റെ ഓരോരുത്തരെയും സ്റ്റേജിലേക്ക് കയറാൻ പ്രാപ്തനാക്കി, സഭാകമ്പം കൂടാതെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെയൊക്കെ പ്രാപ്തനാക്കി. അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറാണ്, നമ്മുടെ ഉമ്മത്തൂസ് UP സ്കൂളിലെ ടീച്ചറാണ്. നമ്മളൊക്കെ ഓരോരുത്തരുടെയും ട്രെയിനിങ് മേഖലയിൽ അല്ലെങ്കിൽ പ്രസംഗ മേഖലയിൽ ഓരോരുത്തരെയും നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഇന്ന് JCA മലപ്പുറത്തിന്റെ ഓരോ വ്യക്തിയെയും പ്രസംഗത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന നമ്മുടെ ഷറഫുദ്ദീൻ മാഷിനെ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സർ. Sisters and brothers of JCI, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നാഷണൽ യൂത്ത് ഡേ. 1893 സെപ്റ്റംബർ 11 സാധാരണ അഭിസംബോധനകൾക്ക് പകരമായി സാധാരണമായി ഇംഗ്ലീഷിലൊക്കെ ഉപയോഗിക്കുന്ന ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന പ്രയോഗത്തിന് പകരമായിട്ട് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് അഭിസംബോധന കൊണ്ട് തുടങ്ങിയ ശ്രീ വിവേകാനന്ദന്റെ ജന്മദിനമാണെന്ന്. എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ ആ പേരില് ഒരു ട്രെയിനിങ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ, പ്രത്യേകിച്ചും 6ാം ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ കഥ പഠിക്കാനുണ്ടായിരുന്നു. അന്ന് മനസ്സിൽ പതിഞ്ഞ 2 വാക്കുകളാണ് ഉത്തിഷ്ഠത, ജാഗ്രത, റൈസ്. ഈ പല കാര്യങ്ങളിലും വിവേകാനന്ദന്റെ ചില ശീലങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പുസ്തകം വായിക്കുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വായിക്കുക. അതോടൊപ്പം തന്നെ ഈ ടീച്ചർ ഈ പാഠം എടുക്കുന്നതിന്റെ മുമ്പ് ഞാൻ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു, ഈ പാഠം മുഴുവൻ, ഈ കഥ മുഴുവൻ, ഈ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പല ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ചോദ്യത്തിനല്ലാത്ത എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. അപ്പോൾ നരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. പിന്നെ അദ്ദേഹം സന്യാസം സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 39ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ ഇന്നും യുവ സമൂഹത്തിന് മാതൃകയാണ്. അതുകൊണ്ട് തന്നെയാണ് നേതൃത്വം അഥവാ ലീഡർഷിപ്പ് എന്നൊരു വിഷയം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. 9 C's ഓഫ് ലീഡർഷിപ്പ് എന്നാണ് നമ്മൾ ഇതിന് വിഷയം കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ലീഡർഷിപ്പിന് അല്ലെങ്കിൽ ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റികളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒരു ലീഡർഷിപ്പിന് ആദ്യം വേണ്ടത് സപ്പോർട്ടീവ് എന്ന ഗുണമാണ്.
എപ്പോഴും എല്ലായ്പ്പോഴും ഏതവസരത്തിലും ലീഡർ ഒരു സപ്പോർട്ടിങ് ആയി ഇൻസ്പിറേഷനറി, പ്രചോദനം നൽകുന്ന, മോട്ടിവേഷൻ നൽകുന്ന ആളായിരിക്കണം ലീഡർ. അതിലുപരിയായി അദ്ദേഹം ഓണസ്റ്റ് ആയിരിക്കണം, വിശ്വസ്തനായിരിക്കണം, സത്യസന്ധനായിരിക്കണം. പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടല്ല ഒന്നായിരിക്കാൻ വേണ്ടി അദ്ദേഹം പണിയെടുത്തേ മതിയാവൂ. ഏതൊരു പ്രസ്ഥാനമാകട്ടെ, പ്രത്യേകിച്ചും JCA പോലുള്ള ഒരു പ്രസ്ഥാനം, നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മിറ്റ്മെന്റ്. ഹൈലി കമ്മിറ്റഡ് ആയിരിക്കണം അദ്ദേഹം. 5ാമത്തെ പോയിന്റ് ആണ്, എല്ലാ ജോലിയിലും, ആ ലീഡർഷിപ്പ് ആകട്ടെ, ജോലിയാകട്ടെ, എന്ത് പണിയാകട്ടെ, അതിന് വേണ്ട ഒന്നാണ് പാഷൻ. അങ്ങേയറ്റത്ത് അതിനോടൊരു ത്വര, അങ്ങേയറ്റത്തൊരു ഇൻട്രസ്റ്റ് അതിനോട് വേണം. അടുത്ത പറഞ്ഞ ക്രിയേറ്റീവ്, അത് നമ്മൾ അടുത്ത പോയിന്റ് വിശദീകരിക്കുന്നത് കൊണ്ട് പറയാം. ഒരു സർഗാത്മ അദ്ദേഹത്തിന് ഉണ്ടാവണം. ഏതൊരു സംഘടനയാകട്ടെ, ഏതൊരു പ്രസ്ഥാനമാകട്ടെ, ഏതൊരു കാര്യമാകട്ടെ, ലീഡർഷിപ്പ് നേരിടേണ്ടി വരുന്ന, ലീഡർ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് എന്താണ്? പ്രോബ്ലംസ് തന്നെ. അതാണ് പ്രശ്നം. അപ്പൊ അദ്ദേഹം നല്ലൊരു പ്രോബ്ലം സോൾവർ ആയിരിക്കണം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 9 C's ഓഫ് ലീഡർഷിപ്പ്. മാനേജ്മെന്റ് വിദഗ്ധനായിരുന്ന ശ്രീ അയാക്കോക്കയുടെ 9 C's ഓഫ് ലീഡർഷിപ്പ് എന്ന വിഷയമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ഒരു മാനേജ്മെന്റ് വിദഗ്ധനാണ്. അതിലുപരിയായി അറിയപ്പെട്ട മോട്ടിവേഷൻ സ്പീക്കറാണ്. ഈ അടുത്താണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ വളരെ ഷോർട്ടാണ്, പക്ഷെ ചിന്തിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് അദ്ദേഹം ആയിരക്കണക്കിന് സദസ്യരെ കയ്യിലെടുക്കും. വർഷത്തിൽ 1000ഓളം സെമിനാറുകളിൽ പ്രസംഗിക്കാറുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഒരുപക്ഷെ എനിക്ക് JCയിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേട്ടും, അദ്ദേഹത്തിന്റെ വീഡിയോ വളരെ കുറച്ച് മാത്രമാണ് യൂട്യൂബിൽ കിട്ടുക. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പോ ഒരു ലീഡർക്ക് വേണ്ട 9 ഗുണങ്ങളെ അദ്ദേഹം എണ്ണിപ്പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കണം. അതിനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ടു സ്റ്റെപ്പ് ഔട്ട് ഫ്രം കംഫർട്ട് സോൺ. എപ്പോഴും എല്ലാവർക്കും താല്പര്യം നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യണം. അതിലൊന്ന് മാറി ചിന്തിച്ച്, അതിലൊന്ന് വ്യതിരിക്തമായി ആശയങ്ങളോടും ചിന്തകളോടൊക്കെ ഒന്ന് ഒത്തുപോകാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ അദ്ദേഹത്തിനുണ്ട്. അടുത്തത് ചലഞ്ചിങ് ഐഡിയാസ് അദ്ദേഹത്തിന് വേണം. എപ്പോഴും വെല്ലുവിളികൾ നേരിടുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്യൂരിയോസിറ്റി പറയുന്നത് ലിസൺ അതേഴ്സ് ഡിഫറൻറ്റ്. മറ്റുള്ളവരുടെ വ്യത്യസ്തതകളെ ശ്രദ്ധിച്ച് കേൾക്കാനും ശ്രദ്ധിച്ച് മനസ്സിലാക്കാനും ഒബ്സർവ് ചെയ്യാനുള്ള ഒരു പാഠവമാണ് ക്യൂരിയോസിറ്റി ഒന്നാമത്തതായിട്ട് പറയുന്നത്. ക്രിയേറ്റിവിറ്റി, സർഗാത്മക. പുതിയ ഒന്ന് സൃഷ്ടിക്കലല്ല സർഗാത്മകത. അങ്ങനെ ആകാം. അതിലുപരിയായിട്ട് നിലവിലെ ഒന്നിനെ വ്യതിരിക്തമായി, വ്യത്യസ്തമായി, വിവിധ കാഴ്ചപ്പാടോടുകൂടി അവതരിപ്പിക്കുക, അത് പ്രയോഗവൽക്കരിക്കുക എന്നതാണ് ക്രിയേറ്റിവിറ്റി. ട്രൈ സംതിങ് ന്യൂ, പുതിയൊന്ന് ശ്രമിക്കുക. മാനേജ് ആൻഡ് ചേഞ്ചസ്, നിലവിലുള്ള അവസ്ഥകളെ പ്രശ്നങ്ങളെ മാറി ചിന്തിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് വേണം. എപ്പോഴും പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ലീഡർക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോഴുള്ള ഈ കോവിഡ് കാലമൊക്കെ പല രീതിയിലും പല വെല്ലുവിളികളും നേരിടുന്ന സന്ദർഭത്തിൽ അതിനൊക്കെ സർഗാത്മകമായി ഇടപെട്ടുകൊണ്ട് തന്റെ പങ്ക് നിർവഹിക്കാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം ലീഡർ.
വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയം നടത്താൻ പ്രാപ്തനായിരിക്കണം. സാധാരണ ആശയവിനിമയത്തിൽ ഉപരിയായിട്ട് ലീഡർഷിപ്പിൽ വരുന്നത് കമ്മ്യൂണിക്കേറ്റ് ദ ട്രൂത്ത്. സത്യം ആശയവിനിമയം ചെയ്യപ്പെടണം. നമ്മൾ ആശയവിനിമയം ചെയ്ത് ബ്ലഫിങ്ങിലേക്ക് എത്തിപ്പെടുക, അങ്ങനെ അവരെ കൺവിൻസ് ചെയ്യുക, അതല്ല. സത്യത്തിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുക ഇൻവൈറ്റ് അതേഴ്സ് ടു ഷെയർ ദെയർ ഓൺ ഐഡിയാസ്. മറ്റുള്ളവരുടെ ആശയങ്ങൾ ഷെയർ ചെയ്യാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. ഇൻവോൾവ് ആസ് എ പാർട്ട് ഓഫ് സൊല്യൂഷൻ. പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ ദ മേജർ പാർട്ടായി മാറാൻ ഒരു ലീഡർഷിപ്പിന് അല്ലെങ്കിൽ ലീഡർക്ക് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം വിജയിച്ചു എന്ന് പറയാം. കറേജ്, ധൈര്യം, ധീരത. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ധീരത. അത് ഒരു ലീഡർക്ക് വളരെ നിർബന്ധമാണ്. ടു സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക് അറ്റ് ദ ടേബിൾ. ഒരു മേശക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങളായിട്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി. അദ്ദേഹത്തിന് എപ്പോഴും പ്രശ്നം വരുന്ന ഒരു കാര്യം, ഒരു ലീഡർ എന്നാകട്ടെ, എല്ലാവരും ലീഡർമാരാണ്, ബിസിനസ്സിലാകട്ടെ ട്രെയിനിങ്ങിലാകട്ടെ, ആ ലീഡർഷിപ്പിൽ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ടു സ്റ്റാൻഡ് വിത്ത് ദ റൈറ്റ്സ്. ശരിയോടൊപ്പം നിൽക്കാനുള്ള ഒരു ആർജവം ലീഡർക്ക് ഉണ്ടായിരിക്കണം. അതില് പക്ഷപാതിത്വമോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ ഒന്നും ലീഡറെ വകവെക്കാൻ പാടില്ല, ലീഡറെ ബാധിക്കാനും പാടില്ല. അപ്പോൾ മാത്രമാണ് ഒരു കറേജ്ഫുൾ ലീഡറെ നമുക്ക് ലഭിക്കുന്നത്. കൺവിക്ഷൻ, ഫയർ ഇൻ ബിലീവ്സ്. നമ്മുടെ വിശ്വാസത്തിലുള്ള ഉറച്ച ഒരു അഗ്നിയായിട്ട് ജ്വലിക്കാനുള്ള ഒരു കരുത്ത് വേണം. ലക്ഷ്യത്തിലെ വിശ്വാസം വേണം. നമ്മളിൽ ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ വിശ്വാസം, നമ്മുടെ ആശയങ്ങളെ കുറിച്ച് നമ്മൾക്ക് തന്നെ ഐഡിയ ഇല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ എങ്ങനെ ചെവി കൊടുക്കും? അതാണ് ലീഡർക്ക് വേണ്ട കൺവിക്ഷൻ. ഏത് കാര്യമാണ് ലീഡർമാരെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അടുത്ത പോയിന്റായി പറയുന്നത്, ആറാമത്തെ പോയിന്റ് പറയുന്നത് ക്യാരക്ടർ, സ്വഭാവവൈശിഷ്ടം എന്ന് പറയാം എങ്കിലും നോയിങ് ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ള അറിവാണ് ക്യാരക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേർതിരിച്ച് മനസ്സിലാക്കി ശരിയും സത്യവും അല്ലെങ്കിൽ മിഥ്യയും മായയും സത്യവും തമ്മിൽ വേർതിരിച്ച് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സ്വഭാവവൈശിഷ്ടം ലീഡർക്ക് ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ ഒരു ലീഡറെ കാണുമ്പോൾ അടുത്ത പോയിന്റിലാണ് പലപ്പോഴും നമ്മൾ ആകർഷിക്കാൻ കരിസ്മാറ്റിക്. എന്താണത്? ആകർഷണീയത, അട്രാക്റ്റീവ് ആയിരിക്കണം. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ടു ഇൻസ്പയർ, നമ്മളെ അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകുന്ന ഒരു ക്വാളിറ്റി. അത് രൂപത്തിലാകാം, ഭാവത്തിലാകാം, സംസാരത്തിലാകാം, വേഷത്തിലാകാം, പെരുമാറ്റത്തിൽ, എല്ലാ കാര്യങ്ങളും കൂടിച്ചേരുമ്പോൾ കരിസ്മാറ്റിക് ആയിരിക്കണം ലീഡർ. എങ്കിൽ അത് ട്രസ്റ്റ് യു, നിങ്ങളെ വിശ്വസിക്കാൻ അണികൾക്ക് സാധിക്കും. ബിക്കോസ് യു ആർ എ ലീഡർ. ദെൻ ഫോളോ യു ആൻഡ് ബിലീവ് യു. അണികൾ നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യും. ആ കരിസ്മാറ്റിക് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് തന്നെയാണ് ജെസിയൊക്കെ വിഭാവനം ചെയ്യുന്നത്. എട്ടാമത്തെ പോയിന്റ് പറയുന്നത് കോമ്പിറ്റൻസി. കോമ്പീറ്റ് ആൻഡ് become a problem solver. എപ്പോഴും നിലവിലുള്ള സാഹചര്യങ്ങളുമായിട്ട്, നിലവിലുള്ള പ്രശ്നങ്ങളുമായിട്ട്, നിലവിലുള്ള അവസ്ഥകളുമായിട്ട്, നിലവിലുള്ള ആളുകളുമായിട്ട് മത്സരിക്കേണ്ടി വരും. അതിലുപരിയായിട്ട് അദ്ദേഹം കോമ്പീറ്റ് ചെയ്യേണ്ടത് എപ്പോഴും തന്നോട് തന്നെ ആയിരിക്കണം. എപ്പോഴും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന
ഒരാളാണ് ലീഡർ എങ്കിൽ അവർക്ക് ബാക്കിയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വളരെ പ്രധാനപ്പെട്ട 9ാമത്തെ പോയിന്റ്, കോമൺ സെൻസ്. കോമൺ സെൻസ് എന്ന് പറയുമ്പോൾ സാമാന്യ ബുദ്ധി എന്നൊക്കെ നമുക്ക് പറയാം. എപ്പോഴും പല ലീഡർമാരും പ്രശ്നത്തിലകപ്പെടുന്നത് ഈ കോമൺ സെൻസ് അല്പം ഒന്ന് പാളുമ്പോഴാണ്. അപ്പോഴാണ് നമ്മുടെ പത്രസമ്മേളനങ്ങളാകട്ടെ, രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗങ്ങളാകട്ടെ, ഏതിലും ചെറിയ ഒരു നാക്കുപിഴയാണ് പ്രശ്നങ്ങൾക്കൊക്കെ അമിതാവേശം മൂത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കോമൺ സെൻസിന് അല്പം ഒന്ന് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുവരെ കെട്ടിപ്പടുത്ത എല്ലാ കാര്യങ്ങളും വിട്ടുപോകുന്നതാണ്. ഏബിൾ ടു റീസൺ ആൻഡ് യൂസ് കോമൺ സെൻസ്. കാരണസഹിതം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ആർജവമാണ് കോമൺ സെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ ഈ 9 സീരീസ് എടുത്ത നാൻസീസ് ഓഫ് ലീഡർഷിപ്പ് ചെയ്ത ആ പുസ്തകമൊക്കെ രചിച്ച ലീ അയാക്കോ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഈ പദ്ധതികളൊക്കെയാണ് ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു പ്രചോദനം പലപ്പോഴും ഇങ്ങനെയുള്ള ക്ലാസ് എടുക്കണമെന്ന് ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു ക്ലാസ്സാണ്. കൂടുതൽ വിശദീകരിക്കാതെ വളരെ ചുരുക്കി തന്നെ ഇത് പറയാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം, വിശദീകരണം ഒഴിവാക്കിക്കൊണ്ട്. ഫസ്റ്റ് വൺ, ക്യൂരിയോസിറ്റി. സെക്കൻഡ്, ക്രിയേറ്റിവിറ്റി. തേർഡ്, കമ്മ്യൂണിക്കേഷൻ. 4, courage. 5, conviction. 6, character. 7, charisma. 8, competency. 9, common sense. ഈ 9 ഗുണങ്ങളും ഒരു ലീഡർക്ക് വേണം. ഞാൻ ചോദിക്കുന്നു, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു പോയിന്റ് നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാവോ? വീണ്ടും പറയുന്നു, ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു പോയിന്റ്, അതിനുശേഷം ഇതിൽ ഏറ്റവും പിന്നിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പോയിന്റും ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്താൽ നന്നായിരുന്നു, സ്വയം ഒരു വിലയിരുത്തലിന് വേണ്ടി. ഓക്കെ, വെയിറ്റിംഗ് ഫോർ യുവർ കമന്റ്സ്. ഓക്കെ, ക്രിയേറ്റിവിറ്റി, കറേജ് എന്ന് നമ്മുടെ കമ്പർ രേഖപ്പെടുത്തി. താങ്ക് യു കമ്പർ. 2 പോയിന്റ് ഒപ്പം വേണം. ആദ്യം നിങ്ങൾക്കുള്ളതും രണ്ടാമത് ഏറ്റവും കുറവുള്ളതും. സൈനു കോമൺ സെൻസ് ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. നമ്മളൊരു ജെസി എന്ന പ്ലാറ്റ്ഫോമിലാണ്, അതുകൊണ്ട് പരസ്പരം അറിഞ്ഞും എന്തൊക്കെയാണ് കുറവുകൾ എന്ന് പരിഹരിക്കാൻ കൂടിയാണ് നമ്മൾ വെച്ചത്. 2 പോയിന്റായിട്ട് ടൈപ്പ് ചെയ്യും. ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത്, ഉടനെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറവുള്ളത്. കറേജ്, റഷീദ് പറയുന്നു. കറേജ് ആൻഡ് ക്രിയേറ്റിവിറ്റി മുമ്പ് വന്നതാണ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, ഓക്കെ, ഉനൈസ് ക്രിയേറ്റിവിറ്റി നല്ലപോലെ ഉണ്ട് എന്ന് പറയുന്നു. കരിസ്മാറ്റിക് കുറവാണ്. ഓക്കെ, സൈനു കെ ടു എവരി വൺ. കോമൺ സെൻസ് കൂടുതലാണ്. കൺവിക്ഷൻ കുറവാണ്. അടുത്തത് ഷീജ, ക്യൂരിയോസിറ്റി ഉണ്ട്. കറേജ് കുറവാണ്. ഓക്കെ, എനിബഡി ലെഫ്റ്റ്?
Okay, thank you all. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 9 ഗുണങ്ങളും കോൺഫിഡൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ഷിഹാബ് കോൺഫിഡൻസ് അത്യാവശ്യത്തിനുണ്ട്, ക്രിയേറ്റിവിറ്റി കുറവാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോ ഈ 9 ഗുണങ്ങളും പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കുറച്ച് ഒന്ന് ഇതിന്റെ മാർജിൻ എടുക്കുമ്പോൾ 4.5 അല്ലെ, പകുതി. അപ്പൊ ഒരു 5 ഗുണങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു ലീഡറാണ് എന്ന് പറയാം. 50 ഒരു ലീഡറായി. അതിന് 60% എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ലീഡർ ആയി. എങ്ങനെയുള്ള ലീഡർ? ഒരു ഗുഡ് ലീഡർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് 7ഉം 8ഉം ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ വെരി ഗുഡ് ആണ്. 9 പോയിന്റും നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും പറയാം ഐ ആം എക്സലന്റ്. അങ്ങനെ ഉള്ള ലീഡർമാര് ഉണ്ടാകൽ വളരെ വളരെ അപൂർവമാണ്. അപ്പോൾ വെരി ഗുഡിലെങ്കിലും എത്തിപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് JCI, ബി ബെറ്റർ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മീ ആൻഡ് ലിസണിങ് മീ. താങ്ക് യു ഷറഫുദ്ദീൻ മാഷ്. ഷറഫുദ്ദീൻ മാഷ് വളരെ ഭംഗിയായിട്ട് വളരെ വ്യക്തമായിട്ടും നമുക്ക് 9C എന്താണ് ഒരു ലീഡർക്ക് വേണ്ട 9 ഗുണങ്ങൾ, 9C എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും നമ്മളൊക്കെ നാളെ ലീഡേഴ്സായി വരേണ്ടവരാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ ഈ ഒരു ദിനത്തില് ലീഡർഷിപ്പ് എന്നുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് 9C എന്താണ് ഓരോരുത്തരിലും വേണ്ടത്, 9C എന്താണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നമ്മളൊക്കെ തീർച്ചയായിട്ടും ഇതെല്ലാം 9C മാഷ് പറഞ്ഞ പോലെ എക്സലന്റ് ആയില്ലെങ്കിലും ഒരു വെരി ഗുഡ് എങ്കിലും ആയിട്ട് നമ്മൾ ഈ ഇന്നത്തിന് ശേഷം നമുക്ക് എന്താണ് കുറവുള്ള കാര്യങ്ങൾ നമുക്ക് മാഷിന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് കൂടുതലുള്ള കാര്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ കുറവ് എന്താണ്, കുറവുള്ള C മാക്സിമം നമ്മൾ അത് സ്ട്രെങ്ത് ആക്കി മാറ്റിയിട്ട് ഒരു വെരി ഗുഡ് ആക്കിയിട്ട് അത് എക്സലന്റിലോട്ട് തന്നെ എത്തിയിട്ട് നാളത്തെ വലിയ ലീഡേഴ്സ് ആയി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഷറഫുദ്ദീൻ സാർ. Thank you all once more. Okay. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ സമയം കൊടുത്തൂടെ? ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, വല്ല സംശയങ്ങളുണ്ടോ? ഉള്ളവർക്ക് പറയാം, ഷറഫുദ്ദീൻ മാഷിനോട് നേരിട്ട് ചോദിക്കാം. ഷിഹാബ് സാർ. യെസ്, താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ. ഷറഫുദ്ദീൻ സാറേ, ഞാൻ കുറച്ച് വൈകിട്ടാണ് എത്തിയത്. മാഷ കുറച്ച് വൈകി, സോറി. ഞാൻ വേറെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇത് ആരുടെ പുസ്തകമാണെന്നാ പറഞ്ഞത്? ലീ അയാക്കോക്ക. ഓക്കെ. വേർ ഹാവ് ദ ലീഡേഴ്സ് ഹാവ് ഗോൺ എന്നുള്ള പുസ്തകമാണ്. ദ ബെസ്റ്റ് സെല്ലറുമാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ പാസ്റ്റ് പ്രസിഡന്റ് കൂടിയാണ് VK ഷിഹാബ്. അതുപോലെ തന്നെ പാസ്റ്റ് സോൺ വൈസ് പ്രസിഡന്റും സോൺ ഓഫീസറും നിരവധി പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു റിയൽ ലീഡറാണ് നമ്മുടെ VK ഷിഹാബ് സാർ. താങ്ക് യു സാർ. സംശയം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം. ആർക്കും ചോദിക്കാം. താങ്ക് യു. ഹലോ സർ. ഓക്കെ, ഐ ക്യാൻ ഹിയർ. ഷീജ. ഓക്കെ സർ, നമ്മള് ഫോളോ ചെയ്യേണ്ട ഒരു ബുക്സ് ഒന്ന് പറഞ്ഞുതരോ? അത് കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തിപ്പോ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ വായിക്കേണ്ട പുസ്തകം എനിക്ക് തോന്നുന്നത് ശിവകാരിയുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ. പുസ്തകത്തിന്റെ പേര് വരുന്നില്ല. യു ക്യാൻ വിൻ. വെരി താങ്ക് യു ഷിഹാബ് സർ. ആ പുസ്തകം വായിക്കുമ്പോൾ ഒരു ട്രെയിനർക്ക് അല്ലെങ്കിൽ ഒരു ലീഡർക്ക് വേണ്ട ഒരുപാട് കഥകൾ, ഒരുപാട് സംഭവങ്ങൾ അതിലേക്ക് കിട്ടും. അതോടൊപ്പം തന്നെ റോബിൻ
ശർമ്മയുടെ ഹു വിൽ ക്രൈ വെൻ യു ഡൈ. ആ പുസ്തകം വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന അതാണ്. നമുക്കുടെ ഒരു ഫുഡ് പ്രിന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് അത്. അതുപോലെ ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളുണ്ട്. ഗ്രന്ഥകാരന്റെ പേരുകൾ മൈൻഡിൽ നിന്ന് പോവാണ്. ഇത് ഈ 2 പുസ്തകങ്ങളും വളരെ ഇതാണ്. പ്രത്യേകിച്ച് റോബിൻ ശർമ്മയുടെയും ശിവഖേരയുടെയും ഒക്കെ പുസ്തകങ്ങൾ ഇത് തന്നെ വായിച്ചാൽ ഒരുവിധ ആയി എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് അത് ചെയ്യട്ടെ. ഓക്കെ താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ഇനി നേരിട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ ചാറ്റിലൂടെ ചോദിക്കും ചെയ്യാം കേട്ടോ. ടൈപ്പ് ചെയ്താലും മതി. നമ്മുടെ ZVP ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ, ഓക്കെ, സന്തോഷം. അപ്പൊ അവര് ജോയിൻ ചെയ്യുന്നുണ്ടാവും. പ്രിൻസിപ്പലി അവരെ ഇൻവൈറ്റ് ചെയ്യണം, 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി. ഇൻവൈറ്റ് ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചോദിച്ചോളൂ കേട്ടോ. ചോദ്യങ്ങൾ വരട്ടെ. ഹലോ ചിത്ര മാഡം. ഹലോ, മാഡം ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ഒന്ന് ഇൻവൈറ്റ് ചെയ്തോളൂ. ഫെലിസിറ്റേഷൻ അഡ്രസ് ഒന്ന് ഇൻവൈറ്റ് ചെയ്തോളൂ. ഓക്കെ. നമ്മളെ മേഖല 21 റീജിയണൽ ഇ നമ്മുടെയൊക്കെ സോൺ വൈസ് പ്രസിഡന്റ് നമ്മുടെ പെൺകരുത്ത് ചിത്ര മാഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. ചിത്ര മാഡത്തിനെ ഫെലിസിറ്റേഷൻ സ്പീച്ചിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം മാം. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞാൻ പുറത്താണ്. എനിക്ക് നിങ്ങൾ പറയുന്നത് കുറച്ച് ഫീബിൾ ആയിട്ട് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് മാഡം, പറഞ്ഞോളൂ. ട്രാവലിംഗ് ആണ്, അതുകൊണ്ട് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്നതും കുഞ്ഞായിട്ടാണ് കേൾക്കുന്നത്. എനിവേ, വെരി ഹാപ്പി ഫോർ JCI മലപ്പുറം ലോം നാഷണൽ യൂത്ത്. ഐ തിങ്ക് 2 പ്രോഗ്രാംസ് ആണ് നിങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു പ്രസംഗം അല്ലെ? 2 പ്രോഗ്രാംസ് അല്ലേ? അതെ, 2 പ്രോഗ്രാം. അതെ മാഡം, 2 പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രസംഗ മത്സരവും പിന്നെ മലപ്പുറത്തിന്റെ സ്വന്തം വല്ലഭ്ജി എന്ന് വിശേഷിപ്പിക്കുന്ന ഷറഫുദ്ദീൻ മാഷിന്റെ ഒരു ട്രെയിനിങ്ങും. വെരി ഹാപ്പി ഫോർ ദാറ്റ്. റീജിയൻ ഇയുടെ ഒരുപാട് ലോമുകൾ, ഒരുപാട് രീതിയിലുള്ള വെറൈറ്റി പ്രോഗ്രാംസുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മലപ്പുറവും അതിൽ വെറൈറ്റി ഉൾക്കൊള്ളിച്ച്, ട്രെയിനിങ്ങിന് പുറമെ വെറൈറ്റി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രസംഗ മത്സരവും കൂടി നടത്തി. അതിൽ വളരെയധികം സന്തോഷം. കൺഗ്രാറ്റുലേഷൻ പ്രസിഡന്റ് and president and entire team of JCI Malappuram for again and again organizing variety programs in training and doing more and more adventures in training. താങ്ക് യു. JJC ബി ബെറ്റർ. ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. ആക്ച്വലി കാലിക്കറ്റ് ആണ്. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ മാഡം, പോയെന്ന് തോന്നുന്നു. ചിത്ര മാഡം, ഞങ്ങൾ ക്ലോസിംഗ് സെഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രസിഡന്റ് മറ്റു ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാട്ടോ. ഓക്കെ, ഓക്കെ, നമ്മൾ
ക്ലോസിംഗ് സെഷനിലോട്ട് പോവാം. നമുക്ക് ഇന്നത്തെ ഇതിന് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് JCM മലപ്പുറത്തിന്റെ കരുത്തരായ മെമ്പർ നമ്മളെ കമ്പറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ, ഓഡിയബിൾ ആണോ? ഓക്കെ, താങ്ക് യു. JCM മലപ്പുറത്തിന്റെ 2021 പ്രവർത്തനങ്ങൾ വളരെയധികം സജീവമായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നാഷണൽ യൂത്ത് ഡേയോട് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള ഇന്നത്തെ വ്യത്യസ്തമായ 2 പ്രോഗ്രാമുകൾ ഏവർക്കും ഉപകാരപ്രദമായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും JCM മലപ്പുറത്തിന്റെ നെടുന്തൂൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന സോൺ ഓഫീസർ കൂടിയായ ഷറഫുദ്ദീൻ മാഷ്, എൻ്റെ പ്രിയ ഗുരു, അദ്ദേഹത്തിൻ്റെ പഠനാർഹമായ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഞാൻ നീട്ടുന്നില്ല. ഈ ഒരു സെഷനിൽ നമുക്ക് വേണ്ടി വളരെ മികച്ച രീതിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രധാന പോയിന്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ്സിന് നേതൃത്വം നൽകിയ പ്രിയ ഗുരു ഷറഫുദ്ദീൻ മാഷിന് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ ഒരു പരിപാടിയിൽ ചെയർ ചെയ്ത അധ്യക്ഷൻ എലക്റ്റഡ് പ്രസിഡന്റ് JC യൂസഫ് അലി സാറിനും, അതോടൊപ്പം ഇവിടെ ആശംസ അറിയിച്ച് സംസാരിച്ച സോൺ വൈസ് പ്രസിഡന്റ് ചിത്ര മാഡത്തിനും, സോൺ ഓഫീസർ കൂടിയായ മലപ്പുറത്തിന്റെ നെടുന്തൂൺ സുബീസ് അവർകൾക്കും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു ഇന്നത്തെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത എല്ലാ JC നോൺ JC സുഹൃത്തുക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ന് നമസ്കാരം. ജയ് ഹിന്ദ്. ബി ബെറ്റർ. Okay, thank you, Rahim. The meeting is adjourned.